സ്ട്രെച്ച് യാംസ് ആൻഡ് ആർച്ച് എന്ന് പറയുമ്പോഴായിരിക്കും ഒരു ഡൗട്ട് നമ്മളുടെ മൈൻഡിലേക്ക് ഓടിയെത്തുന്നത്. ഇൻഹേൽ ചെയ്തുകൊണ്ട് ആർച്ച് ചെയ്യണോ അതോ എക്സേൽ ചെയ്തുകൊണ്ട് ആർച്ച് ചെയ്യണോ? യോഗ ചെയ്യുമ്പോഴുള്ള പ്രത്യേകിച്ചും ആസന പരിശീലനത്തിനിടയിലുള്ള ഒരു ഭൂരിഭാഗം ഡൗട്ട്സും നമുക്ക് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഞാൻ യോഗ മാസ്റ്റർ സാം സുരേഷ് ബാബു. നമുക്കറിയാം, യോഗയിലെ ആസന എന്ന് പറയുന്ന ഭാഗം പ്രത്യേകിച്ചും ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ശരീരത്തെ ആരോഗ്യകരമായിട്ട് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. യോഗ ശരീരത്തെ കാണുന്നത് തന്നെ നമ്മുടെ ആത്മാവിനുള്ള ഒരു ക്ഷേത്രമായിട്ടാണ്, അല്ലെങ്കിൽ ആ ആത്മാവിൻ്റെ കർമ്മം നിർവഹിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനനത്തിൻ്റെ ഉദ്ദേശം നിർവഹിക്കാനായിട്ടുള്ളൊരു വാഹനമായിട്ടാണ് ശരീരത്തെ കാണുന്നത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ശരീരത്തെ ആരോഗ്യത്തോടെ നിലനിർത്താനുള്ള ഒരു ഭാഗമാണ് യോഗയിലെ ആസന പരിശീലനങ്ങൾ. അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും നമ്മുടെ ബാഹ്യ ശരീരത്തേക്കാൾ ആന്തരിക അവയവങ്ങൾക്കും ശരീരഭാഗങ്ങൾക്കും ആണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതിലെ ഓരോ മൂവ്മെൻറ്റും നമ്മുടെ ഇൻവോളണ്ടറി മസിൽസിനെയോ അല്ലെങ്കിൽ ഓർഗൻസിനെയോ അല്ലെങ്കിൽ ഗ്ലാൻസിനെയോ ഒക്കെയാണ് ബാധിക്കുന്നത്. അവിടെയാണ് ഈ ബ്രീത്തിങ്, ഈ മൂവ്മെൻറ്റിനോടൊപ്പം വരുന്നതിൻ്റെ പ്രാധാന്യവും. നമ്മൾ ശരീരത്തെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത്, വികസിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ശ്വാസകോശം ചുരുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സങ്കോചിപ്പിക്കുകയാണെങ്കിൽ, നേരെ തിരിച്ച് ശരീരത്തെ സങ്കോചിപ്പിക്കുന്ന സമയത്ത് നമ്മളുടെ ആ ശ്വാസകോശത്തെ വികസിപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശം നിർമ്മിച്ചിട്ടുള്ളത് നമുക്കറിയുന്നത് പോലെ തന്നെ വളരെ നേർത്ത മസിലുകളെ കൊണ്ടാണ്. ഒരു ദീർഘമായിട്ടുള്ള യാത്രയിൽ അത് തന്നെ മതി ആ മസിൽസിനെ ഡാമേജ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. എപ്പോഴെല്ലാം നമ്മളുടെ ശരീരം എക്സ്പാൻഡ് ചെയ്യുന്നുവോ അതോടൊപ്പം നമ്മുടെ ശ്വാസകോശവും എക്സ്പാൻഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇൻഹേലേഷൻ ആയിരിക്കണം. എപ്പോഴൊക്കെ നമ്മൾ ശരീരത്തെ സങ്കോചിപ്പിക്കുന്നുവോ അപ്പോഴെല്ലാം നമ്മുടെ ലങ്സും സങ്കോചിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എക്സേലേഷൻ ആയിരിക്കണം. ഈ ഒറ്റ കാര്യം നമ്മളുടെ മനസ്സിൽ വെച്ചാൽ, അതായത് ഇൻഹേൽ ചെയ്യുന്ന ശരീരം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻഹേൽ ചെയ്യുക, ശരീരം സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് എക്സേൽ ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം നമ്മളുടെ മനസ്സിൽ വെച്ചാൽ ഒരു 95 അല്ലെങ്കിൽ ഒരു 99% ഓഫ് ദ ടൈമും നമ്മളുടെ ബ്രീത്തിങ് കറക്റ്റ് ആയിരിക്കും. ഇത് യോഗ ചെയ്യുമ്പോൾ തന്നെയല്ല, വേറെ എക്സസൈസ് ചെയ്യുമ്പോഴാണെങ്കിലും ഈവൻ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതുപോലുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.